പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സസ് 16. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. അവിടെ ജെറമിയ പ്രവാചകൻ പറയുകയാണ്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. അതെ പ്രിയപ്പെട്ടവരെ, വചനം, ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ വലിയ ആനന്ദം ഉണ്ടാകുന്നു. ഇന്നൊരു പക്ഷേ ഏതെങ്കിലും തകർച്ചകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജെറമിയ പ്രവാചകനിലൂടെ, അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തുമ്പോൾ, അവ ഞാൻ ഭക്ഷിക്കുമ്പോൾ, അവ എനിക്ക് ആനന്ദ അമൃതമാകും, എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ തളം കെട്ടി നിൽക്കുന്ന ദുഃഖവും ആ നിരാശയും എല്ലാം എടുത്തു മാറ്റി നമ്മുടെ ഹൃദയത്തിന് വലിയ സന്തോഷവും ആനന്ദവും തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും, നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും എല്ലാം ഈ മണിക്കൂറിൽ വചനത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുക്കാം. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചേർന്ന് ചെല്ലുമ്പോൾ, ദൈവവചനം എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷവും ആനന്ദവും തരുന്നതായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 1910 ഓഗസ്റ്റ് മാസം 26-ാം തീയതി അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ആഗ്നസ് എന്ന ഒരു പെൺകുട്ടി ജനിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് ഏകദേശം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഈ ആഗ്നസിന്റെ അപ്പൻ മരിച്ചു, ഈശോയുടെ അടുക്കലേക്ക് യാത്രയായി. തനിക്ക് 12 വയസ്സായപ്പോൾ തന്നെ ഒരു കോൺവെന്റിൽ ചേരണം, ഒരു സിസ്റ്റർ ആകണം എന്നുള്ള തന്റെ ആഗ്രഹത്തെ ആഗ്നസ് തന്റെ അമ്മയെ അറിയിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 18 വയസ്സായപ്പോൾ ആഗ്നസ് അമ്മയുടെ പെർമിഷനോടുകൂടി തന്നെ, അനുഗ്രഹത്തോടുകൂടി തന്നെ ലൊറേറ്റോ കോൺവെന്റിൽ ജോയിൻ ചെയ്തു. അധികം വൈകാതെ അവിടെ നിന്നും അയർലൻഡിലേക്ക് പുറപ്പെട്ടു. ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം അവിടെ പൂർത്തിയാക്കി 1928 ഇന്ത്യയിൽ കൽക്കട്ട എന്ന നഗരത്തിൽ എത്തി. ഒരു സിസ്റ്റർ ആകാനുള്ള ട്രെയിനിങ്ങുകള്, പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ വെച്ച് തിരുസഭാ വസ്ത്രം സ്വീകരിച്ചു. ആഗ്നസ് ഒരു പുതിയ പേര് സ്വീകരിച്ചു, അത് തെരേസ. അങ്ങനെ ഈ ആഗ്നസ് എന്ന് പറയുന്ന പെൺകുട്ടി സിസ്റ്റർ തെരേസ ആയിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, 1931 മുതൽ 1948 വരെയുള്ള നീണ്ട 17 വർഷങ്ങൾ കൽക്കട്ടയിലെ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളില് ഒരു ടീച്ചറായിട്ട് സിസ്റ്റർ തെരേസ ജോലി ചെയ്തു. 1946 സെപ്റ്റംബർ മാസത്തിൽ ഡാർജിലിംഗിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് സിസ്റ്റർ തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ, ഒരു വലിയ ദൈവാനുഭവം ഈ സിസ്റ്റർ തെരേസയുടെ ജീവിതത്തിലുണ്ടായി. തന്റെ ജീവിതത്തില് എ കോൾ വിത്തിൻ എ കോൾ, തന്റെ ദൈവവിളിക്കുള്ളിലെ വിളി സിസ്റ്റർ തെരേസ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കോൺവെന്റിലെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ആ കോൺവെന്റിൽ ഉണ്ടായിരുന്ന, അല്ലെ സ്കൂളിൽ ഉണ്ടായിരുന്ന തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച്, പാവപ്പെട്ടവരെയും അനാഥരെയും അശരണരെയും കുഷ്ഠരോഗികളെയും എല്ലാം ശുശ്രൂഷിക്കുവാനായിട്ട് അധികാരികളുടെ സമ്മതത്തോടു കൂടി തന്നെ പ്രിയപ്പെട്ടവരെ സിസ്റ്റർ തെരേസ കൽക്കട്ടയിലെ ചേരി പ്രദേശങ്ങളിലേക്കും തെരുവുകളിലേക്കും കടന്നു ചെല്ലുവാനായിട്ട് ആരംഭിച്ചു. നല്ല മനസ്സുള്ള ചിലരുടെ എല്ലാം സഹായത്തോടെ ചില മൊബൈൽ ഹെൽത്ത് ക്ലിനിക്കുകൾ, ചില ഹോസ്പീസുകള്, ഡിസ്പെൻസറികള്, ചില ചെറിയ ചെറിയ നഴ്സിംഗ് ഹോമുകളെല്ലാം കൽക്കട്ടയിലെ ചേരി പ്രദേശങ്ങളില്, കൽക്കട്ട നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം സിസ്റ്ററിന് ആരംഭിക്കുവാൻ സാധിച്ചു. 1950 മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന ഒരു പുതിയൊരു കോൺഗ്രിഗേഷൻ, ഒരു സന്യാസ സമൂഹത്തെ സിസ്റ്റർ തെരേസ ഇനിഷ്യേറ്റ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഏകദേശം 125ഓളം രാജ്യങ്ങളിൽ ഏകദേശം 5000ഓളം സിസ്റ്റേഴ്സ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ കീഴിൽ സേവനം ചെയ്യുന്നു. ഏകദേശം 1 ലക്ഷത്തോളം കുഷ്ഠരോഗികളെ അവർ ശുശ്രൂഷിച്ചു. ഏകദേശം 5000ഓളം കുടുംബങ്ങളെ ഇന്നും ഓരോ വർഷവും അവര് സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
25,000-ഓളം കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂളുകളിൽ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 30,000-നും 50,000-നും ഇടയില് കുഷ്ഠരോഗികള് അവരുടെ ഹോസ്പീസുകളില് ശുശ്രൂഷകളെ സ്വീകരിച്ചു. അനേകം പേര് അവരുടെ അന്തിമ കാലഘട്ടങ്ങളില് ഈ സിസ്റ്റേഴ്സിന്റെ കരങ്ങളിലൂടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് ഈശ്വര അടുക്കലേക്ക് കടന്നുപോയി. ഞാനിതെല്ലാം നിങ്ങളോട് പറയുമ്പോൾ നമുക്കറിയാം, മദർ തെരേസയുടെ ഒരു ചെറിയൊരു തുടക്കം, സിസ്റ്റർ തെരേസയുടെ ഒരു ചെറിയ തുടക്കം, പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ തെരേസയെ ഒരു വിശുദ്ധിയായിട്ട് മാറ്റി. ഒരു ചെറിയ തുടക്കം, ആ ചെറിയ തുടക്കത്തെ കർത്താവ് വിലമതിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വലിയൊരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ സിസ്റ്റർ തെരേസയുടെ ചെറിയ പ്രയത്നങ്ങൾ കാരണമായി തീർന്നു. നമുക്കറിയാം, ഇന്ന് മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് അനേക രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാനിത് നിങ്ങളോട് പറയാനുള്ള ഒരു കാരണം, ചെറിയവരെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയവരുടെ ചെറിയ ശുശ്രൂഷകൾ, ചെറിയ അധ്വാനങ്ങൾ, ചെറിയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇത് തന്നെയാണ്, ചെറിയവരെ മാനിക്കുന്ന ദൈവം. പലതരം ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ചെറിയവരെ വിലപ്പെട്ടവനാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയവരെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ ഉന്നത സ്ഥാനീയരെയോ വലിയ പണ്ഡിതന്മാരെയോ ഒന്നും അല്ല എന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം, നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ബുക്ക് ഓഫ് ജനസിസ്. ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 37 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ് ഈ അധ്യായങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, അത് മറ്റാരുമല്ല, ജോസഫ്, പൂർവ്വ ജോസഫിനെ കുറിച്ചാണ്. 37 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട് അവിടെ നിന്നും പൊക്കിയെടുത്ത് വെറും 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിൽക്കപ്പെട്ട ജോസഫ്, അനേക നാളുകൾ ഒരു അടിമയായിട്ട് പൊത്തിഫറിന്റെ വീട്ടിൽ സേവനം ചെയ്ത ജോസഫ്, അനേക വർഷങ്ങൾ പ്രിയപ്പെട്ടവരെ കാരാഗ്രഹത്തിലെ ഇരുട്ടറയ്ക്കുള്ളിൽ താൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ട ജോസഫ്. ഈ ജോസഫിനെയാണ് ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ഈജിപ്തിന്റെ അധിപനായി, ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. പുറത്തു നോക്കിക്കേ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അടിമവേല ചെയ്തുകൊണ്ടിരുന്ന, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസഫിനെ ദൈവമായ കർത്താവ് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തു. ചെറിയവരെ ഉയർത്തുന്ന ദൈവം. അനേകം ഉദാഹരണങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അനേകം ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 3ഉം 4ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഇതുപോലെ ഒരു വ്യക്തിയെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് നമ്മുടെ മോശയാണ്. പ്രിയപ്പെട്ടവർ, തന്റെ അമ്മായിയപ്പനായിരുന്ന ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന മോശ. പ്രിയപ്പെട്ടവരെ, ആ മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോശ വിക്കനായിരുന്നു, സംസാരത്തിന് തടസ്സമുള്ള വ്യക്തിയായിരുന്നു മോശ എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിക്കനായിരുന്ന, സംസാരത്തിന് തടസ്സമുണ്ടായിരുന്ന, ആടുകളെ മേയ്ക്കുവാൻ മാത്രം പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന മോശയെയാണ് ഏകദേശം 430 വർഷം നീണ്ട ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ വ്യക്തിപരമായ ബാക്ക്ഗ്രൗണ്ടോ അവന്റെ കഴിവുകളോ അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നോക്കിയല്ല പ്രിയപ്പെട്ടവരെ മോശയെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ നേതാവായി, ഇസ്രായേലിന്റെ പ്രവാചകനായിട്ട് എടുത്തുയർത്തുന്നത്. പറഞ്ഞാട്ടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചെറിയവരെ ഉയർത്തുന്ന ദൈവത്തെയാണ് ബൈബിള് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 1 സാമുവേൽ അതിന്റെ 16ഉം 17ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഫിലിസ്തീയ മല്ലനായിരുന്ന ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽക്കാരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ഫിലിസ്തീയർ. അപ്പൊ ആ ഫിലിസ്തീനിൽ ഒരുവനായിരുന്നു, ഒരു മല്ലനായിരുന്നു ഈ ഗോലിയാത്ത്. നമുക്കെല്ലാം അറിയാവുന്ന വളരെ ചിരപരിചിതമായ ബൈബിൾ ഭാഗമാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കൾ ഇസ്രായേലിനുണ്ടായിരുന്നു, 10,000-കണക്കിന് സൈന്യ നിരയുണ്ടായിരുന്നു ഇസ്രായേലിന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആർക്കും ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. വെറും ഒരു ആട്ടിടയൻ മാത്രമായിരുന്ന ദാവീദ്
ദാവീദിനെയാണ് ദൈവമായ കർത്താവ് ഗോലിയാത്തിനെ തോൽപ്പിക്കുവാനും ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറുവാനുമായിട്ട് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സംഖ്യയുടെ പുസ്തകം അതിന്റെ 27-ാമത്തെ അധ്യായം. പ്രിയപ്പെട്ടവരെ, മോശയുടെ മരണശേഷം ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവമായ കർത്താവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയോ ഇസ്രായേലിലെ പണ്ഡിതന്മാരെയോ ഇസ്രായേലിലെ പുരോഹിതന്മാരെയോ അല്ല തിരഞ്ഞെടുക്കുന്നത് എന്ന് അവിടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ മോശയുടെ വെറുമൊരു സേവകനായിരുന്ന, മോശയുടെ വെറുമൊരു വേലക്കാരനായിരുന്ന ജോഷുവ എന്ന് പറയുന്ന എളിയ ആ യുവാവിനെയാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പ്രവാചകനായി, ഇസ്രായേലിന്റെ നേതാവായി, ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഓർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോൾ, നമ്മൾ എത്ര ചെറിയവരാക്കപ്പെട്ടാലും, നമ്മൾ എത്ര ചെറിയവരാണെങ്കിലും, മറ്റുള്ളവരാൽ നമ്മൾ എത്ര ചെറിയവരാക്കപ്പെടുമ്പോഴും നമ്മൾ ഓർക്കണം, ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിയുമ്പോൾ, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നോ, ഇന്ന് നമ്മുടെ ജോലി എന്താണെന്നോ, ഇന്ന് നമ്മുടെ കുടുംബ മഹിമ എന്താണെന്നോ, ഇതൊന്നും നോക്കിയല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുക. ദാവീദിനെ തിരഞ്ഞെടുത്ത ദൈവം, ഒരു ആട്ടിടയനെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ ദൈവം, 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന മോശയെ ഇസ്രായേലിന്റെ പ്രവാചകനായിട്ട് മാറ്റിയ ദൈവം, സ്വന്തം സഹോദരന്മാരാൽ പോലും നിന്ദിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട, അടിമവേല ചെയ്ത ജോസഫിനെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയ ദൈവം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ജീവിത അവസ്ഥകളിൽ നിന്നും നിന്നെ ഉയർത്തി ജീവിതത്തിൽ നിനക്ക് ഉന്നത വിജയം നൽകുവാൻ ഇതാ കാത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ മനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2015 സെപ്റ്റംബർ മാസം 8-ാം തീയതി പ്രഭാതത്തില് മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിയുടെ മധ്യയുള്ള ഹോമിലിയില് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസത്തെ ബൈബിൾ വചനഭാഗം, സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സുവിശേഷ വായന കഴിഞ്ഞിട്ട് ആ ഹോമിലിയില് പരിശുദ്ധ മാർപ്പാപ്പ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതില് 1-ാം അധ്യായത്തില് 1 മുതൽ 17 വരെയുള്ള ഭാഗം നമ്മൾ ആരും അധികം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വചനഭാഗമല്ലത്. കാരണം അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഈശോയുടെ വംശാവലി. ഇന്നയാളിൽ നിന്നും ഇന്നയാൾ ജനിച്ചു, ആ ആളിൽ നിന്നും അടുത്തയാൾ ജനിച്ചു, ആ ആളിൽ നിന്നും ഇന്നയാൾ ജനിച്ചു. അങ്ങനെ പറഞ്ഞു താഴേക്ക് പോകുന്നു. ഏകദേശം അബ്രാഹാം മുതൽ യേശു ക്രിസ്തു വരെ 42 തലമുറകളെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 42 തലമുറകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ദുഷ്ടരുണ്ട്, ശിഷ്ടരുണ്ട്, അവിടെ പാപികളുണ്ട്, അവിടെ വിശുദ്ധരുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചവരുണ്ട്, പാപപരമായ മാർഗങ്ങളിൽ ജീവിച്ചവരെല്ലാം ആ വംശാവലിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, റാഹാബ് എന്ന് പറയുന്ന വേശ്യയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദാവീദ് രാജാവിന്റെ ലേറ്റ് ഗ്രാൻഡ് മദർ, മുതുമുത്തശ്ശിയായിരുന്നു റാഹാബ്. ഈ റാഹാബിനെ ബൈബിൾ പരിചയപ്പെടുന്നത് തന്നെ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട്, അവളൊരു വേശ്യയായിരുന്നു എന്ന് പറഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിലും വലിയ കഠോരമായ പാപങ്ങളിലൂടെ ദാവീദിന്റെ ജീവിതവും കടന്നു പോകുന്നത് 2 സാമുവേൽ 11-12 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ ഏറ്റവും ജ്ഞാനിയായിരുന്ന രാജാവായിരുന്നു സോളമൻ. ഈ സോളമൻ രാജാവിന്റെ അമ്മ ബേത്ഷബ എന്ന് പറയുന്ന സ്ത്രീ പോലും ദാവീദ് രാജാവിന്റെ ഒരു ഭടനായിരുന്ന ഊറിയായുടെ ഭാര്യയായിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ഈശോയുടെ വംശാവലിയിലേക്ക്, ഈ 42 തലമുറകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വിശുദ്ധിയിൽ ജീവിച്ചവരുണ്ട്, പാപത്തിൽ ജീവിച്ചവരുണ്ട്, ദുഷ്ടരുണ്ട്, ശിഷ്ടരുണ്ട്. ഇതെല്ലാം നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മള് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല പ്രിയപ്പെട്ട ദൈവപൈതലേ, ദൈവം നമ്മുടെ കൂടെ ഇരിക്കുക. നമ്മൾ പാപം ചെയ്ത്, തിന്മ ചെയ്ത്, അനീതി പ്രവർത്തിച്ച്, ദുഷ്ടത പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്തും നമ്മുടെ കരം പിടിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ താങ്ങുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ബൈബിളിലൂടെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം അതിന്റെ 23-ാം വചനം ഇപ്രകാരം പറയുക: സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ?
പ്രിയപ്പെട്ടവരെ, അവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയല്ലേ, നീ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമല്ല നിനക്ക് ദൈവം, നീ വിദൂരത്തായിരിക്കുമ്പോഴും, നീ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം നിന്റെ കരം പിടിക്കുന്നു, ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ കരുതുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അതേ പ്രിയപ്പെട്ടവരെ, ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിത അവസ്ഥകളിൽ, അതെത്ര പാപകരമായ അവസ്ഥയായാലും എത്ര വിശുദ്ധമായ അവസ്ഥയായാലും, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ, ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ബൈബിള് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനി മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ചെറുതാകുവാൻ വലിയ മാതൃക കാണിച്ചു തന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറുതാകുവാൻ മാതൃക കാണിച്ചു തന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനിത് പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ, ഒരു പുതിയ വീട് വെക്കുമ്പോൾ, ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിന്റെ എല്ലാം പിക്ചേഴ്സ്, വീഡിയോസ് എല്ലാം എടുത്ത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവർ, അതെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും: മറ്റുള്ളവർ അതെല്ലാം കാണുവാൻ, നമ്മളെ അംഗീകരിക്കുവാൻ, നമ്മളെ വിലമതിക്കുവാൻ, അല്ലെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുവാൻ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലമതിക്കപ്പെട്ടവരായിട്ട് മാറണം, നമ്മൾ അംഗീകരിക്കപ്പെട്ടവരായിട്ട് മാറണം, നമ്മൾ നിലയും വിലയും ഉള്ളവരായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. അത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അത് എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്നും ഒരു മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ ഏറ്റവും ചെറുതാകാനുള്ള മാതൃക. പ്രിയപ്പെട്ടവരെ, ഈശോ ജനിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? അത് ബേത്ലഹേമിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ? ഈ ബേത്ലഹേമിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും ചെറിയ സ്ഥലമായിരുന്നു ബേത്ലഹേം. അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയാണ് പറയുന്നത്: ആ കാലഘട്ടങ്ങളിൽ ബേത്ലഹേമിലെ സെൻസസ്, ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 1000-ൽ താഴെ മാത്രമായിരുന്നു. വളരെ അപ്രധാനമായ ഇസ്രായേലിലെ ഒരു സ്ഥലത്തിൽ ജനിക്കാനാണ് ദൈവമായ കർത്താവ് ആ സ്ഥലത്തെ തിരഞ്ഞെടുത്തത്. ഇതിനെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബേത്ലഹേം യൂദാ ഭവനങ്ങളിൽ നിന്ന് ഏറെ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ എനിക്കായി നിന്നിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈശോ ജനിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം, ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഏതൊരു പ്രഭു മന്ദിരങ്ങളിലോ വേറെ എങ്ങുമല്ല. പ്രിയപ്പെട്ടവരെ, ഈശോ ജനിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്തിൽ. പിന്നെയും ചെറുതായി മാതൃക കാണിച്ചു തരുന്ന ഈശോയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഒരു ഈജിപ്തിന്റെ ഒരു പ്രവിശ്യയിൽ പരദേശിയായിട്ട്, ഒരു അഭയാർത്ഥിയായിട്ട് കഴിയേണ്ടി വന്ന സമയങ്ങളുണ്ട്. ഒരു തച്ചന്റെ മകനായി, ഒരു മരപ്പണിക്കാരനായിട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറുതാകുന്ന വലിയ വലിയ മാതൃക ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇനിയിപ്പം ഈശോ പറഞ്ഞിരിക്കുന്ന ഉപമകളിലേക്ക് നമ്മളത് നോക്കിക്കേ. ഈശോ പറഞ്ഞിരിക്കുന്ന ഉപമകൾ: ഒരു വിത്തിന്റെ ഉപമ, കടുക് മണിയുടെ ഉപമ, ഒരു നാണയത്തിന്റെ ഉപമ. ഇതെല്ലാം ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഉപമകളാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ സുഖപ്പെടുത്തിയവരെ നമ്മളത് നോക്കിയേ പ്രിയപ്പെട്ടവരെ. ബർത്തമയൂസ് ഒരു അന്ധയാചകനായിരുന്നു അല്ലെ? സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാത്ത വ്യക്തിയായിരുന്നു. ഇനി 2 അന്ധയാചകരെ ഈശോ സുഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. കുഷ്ഠരോഗികള് അല്ലെ, സമൂഹത്തിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹവുമായിട്ട് മിങ്കിളാകാൻ അനുവദിക്കപ്പെടാതിരുന്നവർ, പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവർ, കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, പിശാച് ബാധിതർ, സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, കല്ലറകൾക്കിടയിൽ കഴിഞ്ഞ ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തതായിട്ട്. അനേകം പിശാച് ബാധിതരിൽ നിന്നും പിശാചുകളെ ഈശോ പുറത്താക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവർ, എഴുതി തള്ളിയവർ, പ്രിയപ്പെട്ട അവരുടെ ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു എന്ന് അവരെ ഈശോ സുഖപ്പെടുത്തുന്നു. ചുങ്കക്കാരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുന്നു, പാപികളോടൊപ്പം കൂട്ടുകൂടുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, മുക്കുവന്മാരെ തന്റെ ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവം, ചെറിയവരെ ഉയർത്തുന്ന ദൈവം, ചെറുതായിട്ട് മാതൃക കാണിച്ചു തരുന്ന ഈശോയാണ് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി.
ആരാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. അനേകം റെഫറൻസസ് ഉണ്ട്, പക്ഷെ ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യം നിർത്തിയിട്ട് ഈശോ അവരോട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, ആർക്കാണ് സ്വർഗരാജ്യം? സ്വയം ചെറുതാകുന്നവർക്ക്. ചെറുതായിട്ട് മാതൃക കാണിച്ചു തന്നിട്ട് നമ്മളോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നീയും ഇതുപോലെ ചെറുതാകാൻ തയ്യാറായാൽ നീയും സ്വർഗരാജ്യം അവകാശപ്പെടുത്തും. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായത്തിൽ അവസാന വിധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ പറയുന്നുണ്ട്, ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തവരോടല്ല വലതു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറയുക. ഒരുപാട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരോടല്ല വലതു ഭാഗത്തേക്ക് അല്ലെ സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറയുക. അവിടെ ഈശോ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. തങ്ങളുടെ ജീവിതങ്ങളിൽ ചെറിയ ചെറിയ നന്മ പ്രവർത്തികൾ ചെയ്തവരോടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിതാ എന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, വലതുവശത്തേക്ക് മാറി നിൽക്കുക. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, സ്വന്തം ജീവിതത്തിലൂടെ ഈശോ കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട്, ചെറുതാകുവാനുള്ള വലിയൊരു മാതൃക. പ്രിയപ്പെട്ടവരെ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് ഈജിപ്തിലെ ഒരു അഭയാർത്ഥിയായിട്ട് ജീവിച്ച് ഒരു തച്ചന്റെ മകനായി ഒരു മരപ്പണിക്കാരനായിട്ട് തന്റെ ജീവിതം ആരംഭിച്ച്, പ്രിയപ്പെട്ടവരെ, കുരുടരെയും ശിഷ്ടരെയും അതുപോലെ തളർവാദ രോഗികളെയും എല്ലാം സുഖപ്പെടുത്തി ചെറുതാകാനുള്ള വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചെറുതാകാനുള്ള മാതൃക കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, നിന്ദാപമാനങ്ങൾ ഏറ്റുവാങ്ങി 3 ആണികളിന്മേൽ കുരിശുമേൽ തൂക്കപ്പെട്ട് അവസാനത്തുള്ള രക്തം വരെ ചിന്തി നഗ്നനാക്കപ്പെട്ട് നിന്ദാപമാനങ്ങളെല്ലാം സഹിച്ച് ചെറുതാകാനുള്ള വലിയ മാതൃക ഈശോ നമുക്ക് കാണിച്ചു തന്നു. അതേ പ്രിയപ്പെട്ടവരെ, ചെറുതാകാനുള്ള മാതൃക. ചെറിയവരെ മാനിക്കുന്ന ദൈവം ചെറുതാകുമ്പോൾ ഓർക്കുക, ചെറിയവരെ മാനിക്കുന്ന ദൈവം നമ്മളെയും ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയില് ചെറിയവരെ മാനിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ചെറിയവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു. ചെറിയവരിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു. ചെറുതായി മാതൃക കാണിച്ചു തന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു. നമുക്ക് കരങ്ങളെ കൂപ്പാം, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തില് അനേക അവസരങ്ങളില് നമ്മൾ ചെറുതാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവൻ ഒരു കഴിവ് കെട്ടവനാണ്, ഒരു കഴിവ് കുറഞ്ഞവനാണ് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്ന എത്രയോ ജീവിത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാർ, ഒരുപക്ഷെ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി തന്നെ നമ്മളെ ഒരുപക്ഷെ ഒരു കഴിവ് കെട്ടവനായി, ഒരു കഴിവ് കെട്ടവളായിട്ട് കരുതിയിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ചെറുതാക്കപ്പെടുന്ന അനേകം അവസരങ്ങൾ എന്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഓർക്കുക, ഓരോ പ്രാവശ്യവും നമ്മൾ ചെറുതാകുമ്പോൾ, ഓരോ പ്രാവശ്യവും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിന്ദാപമാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മൾ ചെറുതാക്കപ്പെടുമ്പോൾ ചെറിയവരെ മാനിക്കുന്ന ദൈവം, ചെറിയവരെ ഉയർത്തുന്ന ദൈവം, ചെറുതായി മാതൃക കാണിച്ചു തന്ന ദൈവം, ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവം ചെറിയവരായ നമ്മളെ ഓരോരുത്തരെയും കരം പിടിച്ചുയർത്തും, നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഓർക്കുക. 2 കരങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏതൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് എന്റെ ദൈവപൈതലെ നിന്റെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും ആ ജീവിതാവസ്ഥകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഏതെങ്കിലും രോഗത്തിന്റെ അവസ്ഥകളിലൂടെയാണോ, ഏതെങ്കിലും ഞെരുക്കത്തിന്റെ അവസ്ഥകളിലൂടെയാണോ, ഏതെങ്കിലും പാപ അവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത്, ഏതെങ്കിലും അവഗണിക്കപ്പെട്ട അവസ്ഥകളിലൂടെ, ഏതെങ്കിലും ചെറുതാക്കപ്പെടുന്ന അവസ്ഥകളിലൂടെ, ഏതെങ്കിലും നിന്ന അപമാനങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്, തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന ഒരു മാതാവോ പിതാവോ ആണോ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു മകനെയോ മകളെയോ ഓർത്ത് വേദനിക്കുന്ന ഒരു അപ്പനോ അമ്മയോ ആണെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക. രോഗാവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈശോയുടെ വലിയ ഇടപെടൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഒരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് നമ്മളൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഈ സ്തുതിപ്പിന്റെ സമയത്ത് ഈശോയുടെ വലിയ അനുഗ്രഹം, ഈശോയുടെ വലിയ കരുതൽ, ഈശോയുടെ വലിയ സ്നേഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവായ
ഈശോയെ, ഈ നിമിഷങ്ങളിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും നിങ്ങളുടെ തിരുമുറുകളിലേക്ക് ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 1 പത്രോസ് 2:24 വചനപ്രകാരം പ്രാർത്ഥിക്കുന്നു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ, എല്ലാ രോഗികളെയും ഇപ്പോൾ നിങ്ങളുടെ തിരുമുറുകളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ, തിരുജലത്താൽ ഓരോ രോഗികളെയും ഇപ്പോൾ തൊടണമേ, ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഏതെങ്കിലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ അഭിഷേകത്താൽ ആ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിപ്പാനുള്ള കൃപ മക്കൾക്ക് ഇപ്പോൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പാപബന്ധനങ്ങളിൽ നിന്നും ഇപ്പോൾ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ശക്തി ഇപ്പോൾ അനേക മക്കളിലേക്ക്, ആയിരക്കണക്കിന് മക്കളിലേക്ക്, 10,000-കണക്കിന് മക്കളിലേക്ക്, ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഇപ്പോൾ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.